ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് അന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഉച്ചക്ക്, അതും കാണിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ പുട്ടാണ് കേട്ടോ ചുട്ടിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ പഴം പുഴുങ്ങി അതിലേക്ക് പിന്നെ ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് മെയിനായിട്ട് ഞങ്ങൾ പുട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴവും ഉണ്ടായിരുന്നു, പിന്നെ കറി പിന്നെ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതും മതിയെന്ന് വിചാരിച്ച് ഈ പുട്ടിലേക്കില്ലേ ഈ ഉഴുന്ന് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കഴിച്ച് നോക്കേണ്ടേ. വട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുട്ടും വടയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആരായാലും ഒന്ന് കഴിച്ചു നോക്കണേ ഒന്ന് ഉണ്ടാക്കിയിട്ട്. ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത് സാമ്പാറായിരുന്നു. അതിന് വേണ്ടിയ പരിപ്പും കുറച്ച് പച്ചക്കറികളും അതിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ഓർമ്മയില്ലാതെ എല്ലതും കൂടി ഇട്ട് പോയി. പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വേവുന്നതൊക്കെ എടുത്തിട്ട് അതിന് മാറ്റിയിട്ടാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ കാണിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അങ്ങനെ സവാള ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഞാനങ്ങനെ പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് അതിലേക്ക് ഞാൻ ഉപ്പേരിൻ്റെ കാബേജാണ് കേട്ടോ ഉപ്പേരി. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാളയും കാബേജും കൂടിയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കൂടി നന്നായി വേവിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, പക്ഷെ അതേ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ പച്ചമുളക് പിന്നെ ഞാൻ തേങ്ങ അരച്ചപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഏകദേശം വേവായതിന് ശേഷമാണ് കേട്ടോ ഞാൻ പച്ചമുളക് തേങ്ങ ചേർത്തിട്ടുള്ളത്. അങ്ങനെ അതും അതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കട്ടോ. അങ്ങനെ പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവുന്ന പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അതിലേക്കിട്ട് ഞാൻ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടുക് പൊട്ടിച്ച് അതിൽ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഞാൻ അത് മൂത്തതിന് ശേഷം അതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിട്ട് വെച്ച പുളി അങ്ങനെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കായ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാമ്പാർ പൊടി വാങ്ങിയിട്ടുണ്ടായിന്, ആ പൊടി 3 ടേബിൾ സ്പൂൺ ഞാൻ ഈ പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അത് ഞാൻ സാമ്പാറിൽ പച്ചക്കറി വേവിച്ച അതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. അങ്ങനെ അത് അതിലേക്കിട്ട് തിളപ്പിച്ച് വെക്കുകയാണ്. സാമ്പാർ പൊടിയുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. മാറിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, പച്ചക്കറിയിലേക്ക്. ഇത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കൽ. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലോ ഒന്ന് പറയണ്ടേ, കമൻ്റ് എഴുതണേ. പിന്നെ ഞാൻ ബീഫ് വരട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയണ തന്നെയല്ലേ, അപ്പം പിന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം കൂടി ഒന്ന് സെർവ് ചെയ്യാണ്ട് ചെയ്യുന്നത്. ഞാൻ ചോറ് ഇട്ട് അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്ത് പിന്നെ ഉപ്പേരി വെച്ച് സാമ്പാർ വെച്ച് അച്ചാറിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഒരു പപ്പടവും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളെ ലഞ്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.